ഇറാനിലുള്ള അമേരിക്കക്കാർ എത്രയും വേഗം രാജ്യം വിടണം. ഇതൊരു സാധാരണ യാത്രാ നിർദ്ദേശമല്ല, മറിച്ച് ഇറാനിലെ സാഹചര്യം ഏത് നിമിഷവും കൈവിട്ടു പോയേക്കാം എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ആണവ ചർച്ചകൾക്കായി ലോകം ഉറ്റുനോക്കുന്നതിനിടയിൽ അമേരിക്ക തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയ ഈ അടിയന്തര മുന്നറിയിപ്പ് നൽകുന്നത് വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുടെ മുഴക്കമായാണ് കാണുന്നത്. ഇറാനിലെ US എംബസി അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു സുരക്ഷാ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായി മേഖലയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇറാനിൽ തുടരുന്നത് സുരക്ഷിതമല്ല എന്നാണ് എംബസിയുടെ വിലയിരുത്തൽ. ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലാവുകയോ ഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്തേക്കാം. വിമാന കമ്പനികൾ പലതും സർവീസുകൾ വെട്ടിച്ചുരുക്കുകയോ അല്ലെങ്കിൽ റദ്ദാക്കുകയോ ചെയ്തു വരികയാണ്. അതിനാൽ ലഭ്യമായ മാർഗങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ഇറാൻ വിടാനാണ് പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം US ഗവൺമെന്റിന്റെ സഹായം കാത്തു നിൽക്കരുത് എന്നതാണ്. സ്വന്തം നിലയ്ക്ക് തന്നെ മടങ്ങാനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നാണ് എംബസി ആവശ്യപ്പെടുന്നത്. ചെറിയൊരു മുന്നറിയിപ്പ് പോലും ലഭിക്കാതെ വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടേക്കാമെന്നും എംബസി ഓർമ്മിപ്പിക്കുന്നു. മൊബൈൽ, ലാൻഡ് ലൈൻ, ഇന്റർനെറ്റ് എന്നിവ എപ്പോൾ വേണമെങ്കിലും വിച്ഛേദിക്കപ്പെട്ടേക്കാം എന്നതിനാൽ ബദൽ മാർഗങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട്. ഇനി വിമാനമാർഗം രക്ഷപ്പെടാൻ സാധിക്കാത്തവർ എന്ത് ചെയ്യണമെന്നും എംബസി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. US എംബസി പറയുന്നുണ്ട്, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അഭയം തേടുക, ആവശ്യത്തിനുള്ള ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എന്നിവ കരുതുക, പുറത്ത് പ്രകടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, കരമാർഗം രക്ഷപ്പെടാൻ സാധിക്കുന്നവർക്ക് അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ പോകാവുന്നതാണ്. ചുരുക്കത്തിൽ സ്വന്തം രക്ഷ അവനവൻ തന്നെ നോക്കണം. അർമേനിയൻ അതിർത്തിയായ അഗാരക് അല്ലെങ്കിൽ തുർക്കിയിലെ ഗുർബുലക്, കപിഗോയ് തുടങ്ങിയ ചെക്ക് പോസ്റ്റുകൾ വഴി പുറത്തു കിടക്കാമെന്ന് എംബസി പറയുന്നുണ്ട്. അർമേനിയയിൽ 180 ദിവസവും തുർക്കിയിൽ 90 ദിവസവും വിസ ഇല്ലാതെ അമേരിക്കക്കാർക്ക് തുടരാനാകും. എന്നാൽ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, പാകിസ്ഥാൻ അതിർത്തികൾ വഴി സഞ്ചരിക്കാൻ ശ്രമിക്കരുതെന്ന് കർശനമായിട്ടുള്ള വിലക്കും US എംബസി നൽകുന്നുണ്ട്. ഇരട്ട പൗരത്വമുള്ളവർക്കാണ് ഏറ്റവും വലിയ ഭീഷണി. ഇറാൻ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല. അതിനാൽ ഇറാനിയൻ വംശജരായ അമേരിക്കക്കാരെ അവർ ഇറാനിയൻ പൗരന്മാരായി മാത്രമേ കണക്കാക്കൂ. ഇവരെ ചോദ്യം ചെയ്യാനോ തടങ്കലിൽ വയ്ക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഒരു US പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നത് പോലും അറസ്റ്റിന് കാരണമായേക്കാം. ഈ അടിയന്തര നീക്കത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ നടക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയത്. ഖമേനി വളരെയധികം ആശങ്കപ്പെടേണ്ടി വരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. വാഷിംഗ്ടണിന് ടെഹ്റാനുമായി നേരിട്ട് നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ സ്വിറ്റ്സർലാൻഡ് സർക്കാർ വഴിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ആണവ വിഷയത്തിന് അപ്പുറത്തേക്ക് ചർച്ചകൾ കൊണ്ടുപോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുന്നത്. ചർച്ചകൾ നടക്കാനിരിക്കെ പോലും വിജയസാധ്യതയിൽ അമേരിക്കയ്ക്ക് വലിയ പ്രതീക്ഷയില്ലെന്നതാണ് സത്യം. അതായത് ചർച്ച വിജയിക്കില്ല എന്ന് തന്നെയാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ചർച്ചയുടെ മേശപ്പുറത്ത് മാത്രമല്ല അതിർത്തികളിലും വലിയൊരു യുദ്ധസമാനമായ സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. സ്വന്തം പൗരന്മാരോട് ഇറാൻ വിടൂ എത്രയും പെട്ടെന്ന് എന്ന് അമേരിക്ക പറയുമ്പോൾ അത് വരാനിരിക്കുന്ന ദിവസങ്ങൾ എത്രത്തോളം നിർണായകവും ഭയാനകവുമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്.